പോലത്തെ ആൻറ്റിയുടെ നല്ല കുൽക്കി സർബത്ത് കണ്ടിട്ട് എൻ്റെ മമ്മ ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ആർച്ച. നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും പലരും ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ പല കാര്യങ്ങളിലും പലരും എനിക്ക് ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷനായി മാറിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് വീണാസ് കറി വേൾഡിൻ്റെ വീണ ചേച്ചി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മളുടെ കേരള ട്രഡീഷണൽ റെസിപ്പീസ്, നമ്മളുടെ ഒതൻറ്റിക് സ്റ്റൈൽ ഓഫ് റെസിപ്പീസ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടാക്കാൻ. എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ സക്സസ് ആയി കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് അതിനുള്ളൊരു വഴി തുറന്നു തന്നത്, കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി എന്നെ സഹായിച്ചത് വീണാസ് കറി വേൾഡിൻ്റെ വീണ ചേച്ചിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വീണാസ് കറി വേൾഡിൻ്റെ ഒരു സാമ്പാർ എനിക്ക് സക്സസ് ആയി വന്നതാണത്, നാളികേരം വറുത്തരച്ച സാമ്പാർ. ആ റെസിപ്പി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വീണാസ് കറി വേൾഡ് ഞാൻ അറിയാനായിട്ടുള്ള സാഹചര്യം, ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് വീണ ചേച്ചിയുടെ ഒരു റെസിപ്പി ലെമൺ ഡേറ്റ്സ് പിക്കിൾ, അത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായിട്ട് തോന്നി, വളരെ രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ലുലുവിൽ പോയപ്പോൾ ലെമൺ മേടിച്ചു കൊണ്ടുവന്ന് പിക്കിൾ ഉണ്ടാക്കി. അപ്പോൾ ഒരിക്കൽ പോലും ഞാൻ പിക്കിൾ ഉണ്ടാക്കിയിട്ടില്ല, പലതും എൻ്റെ ഫ്ലോപ്പായിട്ടുണ്ട് പിക്കിൾ ട്രൈ ചെയ്തിട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പിക്കിൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒരുപാട് ഇഷ്ടമുള്ള പിക്കിൾസ് എല്ലാം കൊണ്ടുവരിക ചെയ്യാറ്. അപ്പോൾ ആ ഒരു പിക്കിൾ ഉണ്ടാക്കി വളരെ ടേസ്റ്റി ആയിട്ട് വന്നു. വീട്ടിലെ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ലുലുവിൽ ഒരു ദിവസം ലെമൺ വന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്, നമുക്ക് ലെമൺ മേടിച്ച് പിക്കിൾ ഉണ്ടാക്കിയാലോ എന്ന്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എന്നിട്ട് കൊണ്ടുവന്ന് പിക്കിൾ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം എനിക്കിപ്പോൾ പിക്കിൾ ഒരുപാട് എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആ ഒറ്റ റെസിപ്പി കൊണ്ട് എനിക്ക് കിട്ടി. ഞാനിപ്പോൾ പിക്കിൾസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഏത് റെസിപ്പി കണ്ടാലും ഏതാണെങ്കിലും പിക്കിളൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതിന് തുടക്കം കുറിച്ചത് ശരിക്കും വീണ ചേച്ചിയുടെ ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിളാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ തേങ്ങ അരച്ച സാമ്പാർ. അത് ശരിക്കും നാട്ടിൽ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ആ തേങ്ങ വറുത്തരച്ച സാമ്പാറിൻ്റെ ടേസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല അത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീണ ചേച്ചിയുടെ ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്കത് കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പിന്നെ അതുപോലെ തന്നെ വീണാസ് കറി വേൾഡിൻ്റെ വീണ ചേച്ചിനെ ഓരോ കറികളും ഞാൻ ട്രൈ ചെയ്ത് ചിലതൊക്കെ നോക്കുമ്പോൾ അതെല്ലാം സക്സസ് ആയി വരുന്നതോടുകൂടി എനിക്ക് എന്നിലൊരു റെസിപ്പീസ് ട്രൈ ചെയ്താൽ സക്സസ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. കൂടാതെ കുക്കിംഗ് ടേസ്റ്റി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ആ ഒരു കോൺഫിഡൻസ് വന്നത് വീണാസ് കറി വേൾഡിൻ്റെ കുറച്ച് റെസിപ്പീസിൻ്റെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സക്സസ് ആയതിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമുക്കിപ്പോൾ കുക്കിങ്ങിന് ട്രയൽ നടത്താൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് തരാൻ പറയുമ്പോൾ ഹസ്ബൻഡ് ആദ്യമൊക്കെ പെട്ടെന്നൊന്നും മേടിച്ച് തരാൻ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു 2-3 വർഷമായി ഇപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുന്നതൊക്കെ സക്സസ് ആയതുകൊണ്ട് ഇപ്പം എന്ത് പറഞ്ഞാലും എനിക്ക് മേടിച്ച് തരാൻ ആൾക്ക് ഇൻട്രസ്റ്റോട് കൂടി എനിക്കത് മേടിച്ച് വരും. അല്ലെങ്കിൽ അതിന് മുന്നോട്ട് ചോദിക്കുമായിരുന്നു, എന്തിനാ അത് ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ അവർ നല്ല ടേസ്റ്റി ആയി എന്നൊക്കെ പറയുമ്പോഴേക്കുള്ളൊരു സന്തോഷം, അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് കുറേ വീണാസ് കറി വേൾഡ് റെസിപ്പീസ് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ്, എൻ്റെ ട്രയലുകൾ സക്സസ് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ ഒരിക്കൽ കുൽക്കി സർബത്ത് ഉണ്ടാക്കി. അതെൻ്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ് വീണ ചേച്ചിയുടെ റെസിപ്പിയിൽ. അപ്പോൾ എന്നിട്ട് ഞാനത് ഒരിക്കൽ FB മെസ്സഞ്ചറിൽ വീണ ചേച്ചിക്ക് അതിൻ്റെ റെസിപ്പി അയച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, റെസിപ്പി ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാനിവിടെ ഒന്ന് ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ റെസിപ്പി വീണ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട് വീണ ചേച്ചി അത് എനിക്ക് ലൈക്ക് അടിച്ച് കമൻ്റൊക്കെ ചെയ്തു. ശരിക്കും പറയാൻ വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു 2017 ഞാനത് അയച്ചു കൊടുത്തത്, കമൻറ്റ് ചെയ്തതും. പിന്നെ വീണ ചേച്ചിയോട് അതെങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു റെസിപ്പിയാണ് ക്രാബ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് ഈ ക്രാബ് ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയില്ലായിരുന്നു. കുക്കിംഗ് ഞാൻ ബോംബെയിൽ പോകുമ്പോൾ അമ്മ അവിടെ എനിക്ക് ക്രാബ് വെച്ച് തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമായിരുന്നു.
പക്ഷേ എനിക്ക് ഇവിടെ ക്രാബ് ലുലുലൊക്കെ കിട്ടുമെങ്കിലും അത് പക്ഷേ ട്രൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു, ക്ലീനിങ് അറിയാത്തതുകൊണ്ട്. ക്ലീനിങ് വലിയൊരു പ്രോസസ്സാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം വീണ ചേച്ചിയുടെ ക്രാബ് ക്ലീനിങ് വീഡിയോ വന്നത്. ഇത് വന്ന ദിവസം തന്നെ നെക്സ്റ്റ് ഡേ ലുലുലു പോയിട്ട് ഫസ്റ്റ് ക്രാബ് കിട്ടിയ ആ സമയത്ത് തന്നെ ഞാൻ ക്രാബ് മേടിച്ചുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാണ് വീഡിയോ കണ്ടത് ക്ലീൻ ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം കുക്ക് ചെയ്തു. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. മറ്റേത് വെക്കേഷൻ വരാൻ ഞാൻ കാത്തിരിക്കണം, ബോംബെയിലെത്താനും അമ്മയ്ക്ക് ക്രാബ് അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് കിട്ടാനും ആ ക്രാബ് കറി കഴിക്കാനും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ ക്രാബ് കറി എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റി. അതും വീണാസ് കറി വേൾഡിൻ്റെ ആ ക്രാബ് ക്ലീനിങ് വീഡിയോ കണ്ടതിന് ശേഷമാണ്. പിന്നെ എന്നെപ്പോലെ പുറത്ത് താമസിക്കുന്നവർക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഐറ്റംസ് വെച്ചിട്ടുള്ള കുക്കിംഗ്, അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ അതിൽ പറയേണ്ടത് തൈര്, യോഗട്ട് ഒന്നും നമ്മൾക്കിവിടെ പുളിയില്ലാത്ത യോഗട്ടാണ് കിട്ടുക. അപ്പോൾ ആ യോഗട്ട് എങ്ങനെ പുളിപ്പിക്കാം, ഹോട്ട് വാട്ടറിൽ ഇറക്കി വെച്ച് പുളിപ്പിച്ച് നല്ല മോരുകറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്, അതും എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഈ അടുത്ത കാലത്ത് എൻ്റെ മകൻ എന്നോട് ചോദിച്ചത്, മമ്മയ്ക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടെയെന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ ചേച്ചിയുടെ ഏതൊരു വീഡിയോയിൽ വീണ ചേച്ചിയുടെ ചെറിയ മകൻ പറയുന്നുണ്ട് മൈ മമ്മ ഈസ് എ യൂട്യൂബർ എന്നുള്ളത് എന്തോ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടാണ് എൻ്റെ മകൻ എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്കും തോന്നി ഓക്കെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് തുടങ്ങാൻ വിചാരിച്ചാണ്. പക്ഷെ പിന്നെ ചെറിയ ചെറിയ കുക്കറി ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ ആ ചാനൽ തുടങ്ങി, അതിൽ കുറച്ച് റെസിപ്പീസ് ഇട്ടപ്പോൾ അടുത്തറിയാവുന്ന കുറേ ഫ്രണ്ട്സ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർ വിളിച്ച് ഞങ്ങൾക്കും സക്സസ് ആയിട്ടോ, ഞങ്ങൾക്കും നല്ല ഇഷ്ടമായിട്ടോ റെസിപ്പി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്, എങ്കിലും അങ്ങനെ കുറച്ച് കൊച്ചു സന്തോഷങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ ആ ഒരു കൊച്ചു സന്തോഷം കിട്ടാനും യൂട്യൂബ് വീണാസ് കറി വേൾഡിൻ്റെ ആ ഒരു ഇതിലോട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ വീണാസ് കറി വേൾഡ് യൂട്യൂബ് ചലഞ്ച് എന്നുള്ള ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതിലുപരി എനിക്ക് വീണാസ് കറി വേൾഡ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ വീണ ചേച്ചിയുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുക, അതായത് വീണ ചേച്ചിയെ എൻ്റെ വോയിസിലൂടെ അറിയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം, അതിനാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചലഞ്ച് എന്നുള്ള വീണ ചേച്ചിയുടെ ഇതിലിട്ട് കഴിഞ്ഞാൽ വീണ ചേച്ചി അത് കേൾക്കുമല്ലോ, വീണ ചേച്ചി അത് അറിയുമല്ലോ എന്നുള്ളൊരു വിശ്വാസം, ഒരു ആഗ്രഹം, വീണ ചേച്ചി അത് അറിയുമെന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എൻ്റെ നന്ദി.